ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന അവക്കാഡോ അവിൽ മിൽക്കാണ്. അതിനാവശ്യമായ 2 അവക്കാഡോ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ലിറ്റർ പാല്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം, മധുരത്തിനാവശ്യമായ പഞ്ചസാര, പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്ത അവിലാണ് ആവശ്യം. ഇത്രയും ഐറ്റമാണ് നമുക്ക് അവക്കാഡോ അവിൽ മിൽക്കിന് ആവശ്യമായ സാധനങ്ങൾ. ഇനി മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് അവക്കാഡോ കോരി ഇട്ട ശേഷം അതിലേക്ക് തണുപ്പിച്ച പാല് വേണം നമുക്ക് ഉപയോഗിക്കാൻ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇടാം. അതിനുശേഷം നല്ല മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം, ജ്യൂസാക്കി എടുക്കാം. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അവക്കാഡോ അവിൽ മിൽക്ക്. ഇനി മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ച ശേഷം റോസ്റ്റ് ചെയ്ത അവിൽ കുറച്ചിടാം. അതിന് മേലെ പിന്നെയും ഒഴിച്ച ശേഷം അതിന് മേലെ അവിലിടാം. അവിലിട്ട ശേഷം അണ്ടിപ്പരിപ്പും ബദാമും ചേർത്താം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അവക്കാഡോ അവിൽ മിൽക്ക്. ഇതേപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസുമായി കാണാം. ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന അവക്കാഡോ അവിൽ മിൽക്കാണ്. അതിനാവശ്യമായ 2 അവക്കാഡോ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ലിറ്റർ പാല്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം, മധുരത്തിനാവശ്യമായ പഞ്ചസാര, പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്ത അവിലാണ് ആവശ്യം. ഇത്രയും ഐറ്റമാണ് നമുക്ക് അവക്കാഡോ അവിൽ മിൽക്കിന് ആവശ്യമായ സാധനങ്ങൾ. ഇനി മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് അവക്കാഡോ കോരി ഇട്ട ശേഷം അതിലേക്ക് തണുപ്പിച്ച പാല് വേണം നമുക്ക് ഉപയോഗിക്കാൻ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇടാം. അതിനുശേഷം നല്ല മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം, ജ്യൂസാക്കി എടുക്കാം. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അവക്കാഡോ അവിൽ മിൽക്ക്. ഇനി മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ച ശേഷം റോസ്റ്റ് ചെയ്ത അവിൽ കുറച്ചിടാം. അതിന് മേലെ പിന്നെയും ഒഴിച്ച ശേഷം അതിന് മേലെ അവിലിടാം. അവിലിട്ട ശേഷം അണ്ടിപ്പരിപ്പും ബദാമും ചേർത്താം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അവക്കാഡോ അവിൽ മിൽക്ക്. ഇതേപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.